കോച്ചിങ്ങിൽ ഒരുപാട് മേഖലകളുണ്ട്. പലതരത്തിലുള്ളത്. വെൽത്ത് ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കരിയർ മേഖലയിലാണെന്നുണ്ടെങ്കിലും പലതരത്തിലുള്ള കോച്ചിങ്ങുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ കംപ്ലീറ്റ്ലി മൊത്തത്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ഫോക്കസ്ഡ് ആവാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കി. ഞാൻ പാരന്റിങ് കോച്ചിങ് ചെയ്തു നോക്കി, അതേപോലെ തന്നെ സ്റ്റുഡൻസിനെ വെച്ചിട്ട് ചെയ്തു നോക്കി. അങ്ങനെ ഒരുപാട് തരത്തിൽ ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ട്. പക്ഷെ കറക്റ്റ് എനിക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത രീതിയിലായിരുന്നു. ചെയ്യുന്നുണ്ട്, ഏൺ ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാനല്ലാത്ത രീതിയിലായിരുന്നു എടുത്തോണ്ടിരുന്നത്. എവിടെയും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിൽ. ആഫ്റ്റർ ഈ ഒരു കോച്ചിങ്ങിലേക്ക്, ഫറൂഖ് സാറിന്റെ കോച്ചിങ്ങിലേക്ക് എത്തിയതിനു ശേഷം സത്യം പറഞ്ഞാല് കറക്റ്റ് വാട്ട് ഐ വാണ്ട് എന്നുള്ള ഒരു സംഭവം, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്താണ് എനിക്ക് വേണ്ടത് എന്നുള്ള ഒരു ക്ലാരിറ്റി എന്ന് പറഞ്ഞത് തീരെ ഇല്ലായിരുന്നു. എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിലൂടെ ഏൺ ചെയ്യുന്നുണ്ട്, ശരിയാണ്. പക്ഷെ കറക്റ്റ് നമ്മുടെ നിഷ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. എന്താണ് എനിക്ക് വേണ്ടത്, എവിടെയാണ് എന്റെ ടേണിംഗ് പോയിന്റ് കിടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാത്ത രീതി. സാറിന്റെ സെഷനിൽ അറ്റൻഡ് ചെയ്ത ഫസ്റ്റ് സെഷനിൽ തന്നെ സത്യം പറഞ്ഞാല് ഒരു ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു സംഭവമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എന്താണ് ഞാൻ എന്നുള്ള ഒരു സാധനം എനിക്ക് കിട്ടി. ഓക്കെ, ഇതിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റും, അല്ലെങ്കിൽ എന്റെ കറക്റ്റ് സാധനം ഇതാണ് എന്നുള്ളത് എനിക്ക് കിട്ടിയത് ഈ ഒരു കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ്.